നാം ചോദിച്ചതിൻ്റെ ആകെ ലക്ഷ്യം, പലപ്പോഴും നമ്മൾ ഓരോരുത്തരും മക്കളെ ജഡ്ജ്മെൻറ്റ് ചെയ്യാറുണ്ട്. മക്കളുടെ പല ന്യൂനതകളെക്കുറിച്ചും മക്കളുടെ പല സ്വഭാവത്തിലെ വൈകല്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ ഒരുപാട് സംസാരിക്കുകയും അതിനെക്കുറിച്ച് ചിന്തിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ ഓരോരുത്തരുടെയും സ്വഭാവത്തെക്കുറിച്ച് നാം എന്ത് ചെയ്യണം? ചിന്തിക്കുകയും നമ്മൾ സ്വയം ഒരു വിലയിരുത്തൽ നടത്തുകയും ചെയ്യണം. ഇൻഷാ അല്ലാഹ് നമ്മുടെ ക്ലാസ്സിലേക്ക് തുടങ്ങും. അല്ലാഹു സുബ്ഹാനഹു തആല മക്കളാകുന്ന അനുഗ്രഹം, ഒരു മനുഷ്യന് അല്ലാഹു ഒരു മകനെ നൽകുന്നുണ്ട് എങ്കിൽ ആ മകൻ യഥാർത്ഥത്തിൽ അല്ലാഹു നമുക്ക് നൽകിയ ഒരു അനുഗ്രഹമാണ്. അനുഗ്രഹം മാത്രമല്ല, അമാനത്തും കൂടിയാണ്. അല്ലാഹു പരിശുദ്ധ ഖുർആനിൽ ഒരായത്തിൽ പറയുന്നുണ്ട്, യഹബു ലിമൻ യശാഉ ഇനാസം വയഹബു ലിമൻ യശാഉ ദുക്കൂർ. അല്ലാഹു അവൻ ഉദ്ദേശിക്കുന്നവർക്ക് ആൺകുട്ടിയെ നൽകും, അവൻ ഉദ്ദേശിക്കുന്നവർക്ക് പെൺകുഞ്ഞിനെ നൽകും. വയജഅലു മൻ യശാഉ അഖീമ, ചിലരെ അല്ലാഹു സുബ്ഹാനഹു തആല മക്കളില്ലാത്തവരുമാക്കും. അപ്പോൾ മക്കളെന്നുള്ള അനുഗ്രഹത്തെ നമുക്ക് ബോധ്യമാകണമെങ്കിൽ മക്കളില്ലാത്തവരുടെ ബുദ്ധിമുട്ട് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. 2 പ്രവാചകന്മാർക്ക് അല്ലാഹു വളരെ വൈകിയാണ് മക്കളെ നൽകിയത്. ആ 2 പ്രവാചകരിൽ ഒരാൾ അള്ളാഹുവിനോട് ദുആ ചെയ്യുന്ന ഒരു രംഗവും പരിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്. റബ്ബി ലാ തദർനി ഫർദ, അള്ളാഹു എന്നെ നീ ഒറ്റയാക്കി അല്ലെങ്കിൽ ഒറ്റയാനാക്കി, എനിക്ക് ദുനിയാവിലൊരു വാരിസ്യങ്ങളില്ലാതെ മക്കളില്ലാത്ത രൂപത്തിൽ നീ എന്നെ ബാക്കിയാക്കരുത്, എന്നെ വിട്ട് ഉപേക്ഷിക്കരുത് എന്ന് അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആൻ ഷരീഫിൽ നമ്മോട് പറയുന്നുണ്ട്. എന്തിനാണിത് പറയുന്നത്? അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹത്തെ നമുക്ക് ബോധ്യപ്പെടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ മക്കൾ എന്നുള്ളത് ഒരു അനുഗ്രഹവുമാണ്, അതോടൊപ്പം തന്നെ അമാനത്ത് കൂടിയാണ്. മഹാനായ അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹുവിൻ്റെയും ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹയുടെയും ഒരു ചരിത്രമുണ്ട്. ഇവർക്ക് അള്ളാഹു ഒരു ആൺകുഞ്ഞിനെ നൽകിയിരുന്നു. ഒരിക്കൽ അബൂ തൽഹ റളിയല്ലാഹു അൻഹു വീട്ടിലില്ലാത്ത സമയത്ത് മകൻ മരണപ്പെടുകയാണ്. ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ മകൻ മരണപ്പെട്ട വിവരം പിതാവ് അറിഞ്ഞിട്ടില്ല. വീട്ടിൽ കുടുംബക്കാരും അയൽപക്കത്തുള്ളവരും എല്ലാം ഉണ്ട്. അങ്ങനെ പിതാവ് മടങ്ങി വരുന്ന സമയമാകുമ്പോഴേക്കും ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ ആ സ്ത്രീകളോട്, വീട്ടിലുള്ളവരോട് പറയും, നിങ്ങളെല്ലാവരും ഇവിടെ നിന്ന് മാറിക്കൊള്ളുക. എൻ്റെ ഭർത്താവ് വരുമ്പോൾ എൻ്റെ ഭർത്താവിനോട് എൻ്റെ മകൻ്റെ മരണവാർത്ത ഞാൻ തന്നെ അറിയിച്ചു കൊള്ളാം. അങ്ങനെ ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ ഭർത്താവ് വരുമ്പോൾ ഭർത്താവിന് നല്ലതുപോലെ ഭക്ഷണങ്ങളെല്ലാം നൽകും. ഭർത്താവ് ചോദിക്കുന്നുണ്ട്, മകൻ എവിടെ? അപ്പോൾ പറയും, മകൻ അവിടെ കിടക്കുന്നുണ്ട്. പക്ഷേ ഉമ്മ നുണ പറഞ്ഞിട്ടില്ല, മകൻ മരിച്ചു കിടക്കുകയാണെന്ന് മാത്രം. അങ്ങനെ ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ ഭർത്താവിന് ഭക്ഷണം നൽകുന്നു. അതിനുശേഷം അവർ റൂമിലേക്ക് പോകുന്നു. അവരുടേതായ സ്നേഹപ്രകടനങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ ഒരു ചോദ്യം ചോദിക്കും. നമുക്കൊരു മനുഷ്യൻ ഒരു അമാനത്തായി ഒരു വസ്തുവിനെ നൽകുകയും ആ അമാനത്ത് തിരിച്ചു ചോദിക്കുകയും ചെയ്താൽ എന്തായിരിക്കണം നമ്മുടെ നിലപാട്? അബൂ തൽഹ റളിയല്ലാഹു അൻഹു പറയും, ആ അമാനത്ത് അത് നമുക്ക് സൂക്ഷിക്കാൻ വേണ്ടി ഏൽപ്പിച്ചതാണ്, നമ്മളത് തിരിച്ചു കൊടുക്കണം. ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ വീണ്ടും ചോദിക്കും, എങ്കിൽ അങ്ങനെ തിരിച്ചു കൊടുക്കുന്ന സമയത്ത് നമുക്ക് മാനസികമായി സങ്കടവും വിഷമവും ഒക്കെ ഉണ്ടാകുന്നതിൽ എന്തെങ്കിലും ഒരു അർത്ഥമുണ്ടോ? അദ്ദേഹം പറയും, അങ്ങനെ ഒരു വിഷമിക്കേണ്ട ഒരു സാഹചര്യവുമില്ല. കാരണം അത് ആ മനുഷ്യൻ നമുക്ക് അമാനത്തായി മാത്രം നൽകിയതാണ്, നമ്മുടേതല്ല. ഈ സമയത്ത് മഹദിയായ ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ പറയുമെങ്കിൽ അള്ളാഹു നമുക്ക് അമാനത്തായി നൽകിയ നമ്മുടെ മകനെ പടച്ചവൻ തിരിച്ചു വിളിച്ചിരിക്കുന്നു. പ്രിയമുള്ളവർ, ഇതൊരു ചരിത്രമല്ല. ഒരു ഉമ്മ, ഒരു ഭാര്യ തൻ്റെ ഭർത്താവിനോട് മകൻ മരണപ്പെട്ടു എന്ന് പറയുന്ന രംഗമാണ്. എത്രത്തോളം ഈമാനികമായ ശക്തി അവർക്ക് ഉണ്ടായിരുന്നിരിക്കുമെന്ന് നാം ഒന്ന് ചിന്തിച്ചു നോക്കി. അബൂ തൽഹ റളിയല്ലാഹു അൻഹുവിന് സഹിക്കാൻ കഴിഞ്ഞില്ല. അദ്ദേഹം പെട്ടെന്ന് തന്നെ പ്രവാചകൻ്റെ അടുക്കലേക്ക് ഓടി ചെന്നിട്ട് പ്രവാചകനോട് സങ്കടം പറയും. അപ്പോൾ നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയും, നിന്റെ ഭാര്യ പറഞ്ഞത് ശരിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നിനക്ക് അമാനത്തായി നൽകിയതാണ് നിന്റെ മക്കൾ, ഇത് അള്ളാഹുവിൻ്റെതാണ്. ആ മക്കളെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഉദ്ദേശിക്കുമ്പോൾ തിരിച്ചു വിളിച്ചു എന്നതിൻ്റെ പേരിൽ നീ സങ്കടപ്പെടാനില്ല എന്ന് മഹാനായ അബൂ തൽഹ റളിയല്ലാഹു അൻഹുവിനോട് നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയും. പ്രിയമുള്ളവരെ, ഞാൻ എഴുതിയിരിക്കുന്ന വചനം ഖലീൽ ജിബ്രാൻ്റെ ഒരു വചനമാണ്. യുവർ ചിൽഡ്രൻ ആർ നോട്ട് ട്രൂലി യുവേഴ്സ്, ദേ ഗ്രോ ത്രൂ യു. നിങ്ങളുടെ മക്കൾ ഒരിക്കലും നിങ്ങളുടേതല്ല, അവർ നിങ്ങളിലൂടെ വളരുന്നു എന്ന് മാത്രം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ അടിമയായ ഒരു മനുഷ്യനെ ഈ ഭൂമി ലോകത്തേക്ക് നിയോഗിക്കാൻ അല്ലാഹു ഒരു ഭാര്യയെയും ഒരു ഭർത്താവിനെയും കാരണക്കാരാക്കി. അതാണ് നാം.
അങ്ങനെയുള്ള നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ മക്കളെ പ്രസവിച്ചു അല്ലെങ്കിൽ ഈ മക്കളെ പരിപാലിച്ചു എന്നതിൻ്റെ അപ്പുറത്തേക്ക് ആ കുട്ടിയെ നല്ല ഒരു മനുഷ്യനാക്കി തീർക്കണമെന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്, ബാധ്യതയാണ് എന്ന യാഥാർത്ഥ്യം നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് മനസ്സിലാക്കാനും അമൽ ചെയ്യാനും തൗഫീക്ക് നൽകുമാറാകട്ടെ. പ്രിയമുള്ളവരെ, പാരൻറ്റിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ പൊതുവിൽ നമ്മുടെ രക്ഷകർത്തൃ രീതിയെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ 4 തരത്തിലുള്ള പാരൻറ്റിങ് രീതികളാണ് നാം ഇന്ന് പൊതുവിൽ കാണുന്നത്. 4 തരത്തിലുള്ള രക്ഷിതാക്കളായിരിക്കും ഇന്ന് പൊതുവിലുണ്ടാവുക. ഒന്നാമത്തേത് പെർമിസീവ് പാരൻറ്റിങ് സ്റ്റൈൽ. എല്ലാ കാര്യങ്ങൾക്കും അനുവാദം കൊടുക്കുന്ന ചില രക്ഷകർത്തൃ രീതികൾ. മക്കൾ എന്ത് പറയുന്നോ അതിനൊക്കെ അനുവാദം. മക്കളുടേതായ ഇഷ്ടങ്ങൾക്കും താല്പര്യങ്ങൾക്കും അനുസരിച്ച് അവർ നന്മ ചെയ്യട്ടെ തിന്മ ചെയ്യട്ടെ, ഏതെല്ലാം കാര്യങ്ങൾ മക്കൾ ചോദിക്കുന്നോ അതിനെല്ലാം അനുവാദം കൊടുക്കുന്ന പെർമിസീവ് പാരൻറ്റിങ് സ്റ്റൈലാണ് ഒന്നാമത്തെ. എല്ലാ കാര്യങ്ങൾക്കും അനുവാദം കൊടുക്കുക. രണ്ടാമത്തേത് അതോറിറ്റേറിയൻ പാരൻറ്റിങ് സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ മക്കൾക്ക് ഒരു തരത്തിലുമുള്ള സ്വാതന്ത്ര്യമില്ലാതെ പൂർണ്ണമായ ആധിപത്യം, വാപ്പയുടെയും ഉമ്മയുടെയും പൂർണ്ണമായ ആധിപത്യത്തിൽ വളർത്തുന്ന ചില രക്ഷകർത്തൃ രീതികൾ. മൂന്നാമത്തേത് നെഗ്ലക്റ്റ്ഫുൾ പാരൻറ്റിങ് സ്റ്റൈൽ എന്ന് പറയുമ്പോൾ മക്കൾക്ക് മക്കളുടെ വഴി, പിതാക്കൾക്ക് പിതാക്കളുടെ വഴി, മക്കൾക്ക് മക്കളുടെ വഴി, എനിക്ക് എൻ്റെ വഴി. അവരുടെ പഠനത്തിൻ്റെ വിഷയത്തിലോ അവരുടെ തർബീയത്തിൻ്റെ വിഷയത്തിലോ അവരുടെ ജീവിതത്തിൻ്റെ വിഷയത്തിലോ സംസ്കാരത്തിലോ ഒന്നും ഒരു തരത്തിലുള്ള ചിന്തയോ ഒരു തരത്തിലുള്ള ഇടപെടലുകളോ നടത്താത്ത ചില രക്ഷകർത്താക്കൾ. ഇതാണ് മൂന്നാമത് പറഞ്ഞ പാരൻറ്റിങ് സ്റ്റൈൽ. നാലാമത്തേത് അതോറിറ്റേറ്റീവ് പാരൻറ്റിങ് സ്റ്റൈൽ എന്ന് പറയുമ്പോൾ മക്കളുടെ വിഷയത്തിൽ കൃത്യമായ നിലപാടുകളും കൃത്യമായ ലക്ഷ്യങ്ങളുമുള്ള ചില രക്ഷിതാക്കൾ. അവർക്ക് കൊടുക്കേണ്ട സ്വാതന്ത്ര്യം കൃത്യമായി കൊടുക്കും. അവർക്ക് അവരുടെ ഭാഗത്ത് നിന്ന് വരുമ്പോൾ നെഗറ്റീവ് എന്തെങ്കിലും ഉണ്ടാകുമ്പോൾ ആ നെഗറ്റീവ് അവരെ ചൂണ്ടിക്കാണിക്കുകയും അവരെ തിരുത്തുകയും ചെയ്യുന്ന ചില പാരൻറ്റിങ് സ്റ്റൈലുകൾ. പ്രിയമുള്ളവരെ, 4 പാരൻറ്റിങ് സ്റ്റൈലുകൾ ഞാൻ പറഞ്ഞതിൽ ഒരു കുട്ടിക്ക് സാമൂഹികമായും സാംസ്കാരികവുമായൊക്കെ ഒരു കുട്ടിയിൽ പ്രതിഫലനം ചെലുത്താൻ കഴിയുന്നത് ഈ 4 കൂട്ടത്തിൽ ഏതായിരിക്കും? 4 പറഞ്ഞു. ഒന്നാമത്തേത് പൂർണ്ണമായ സ്വാതന്ത്ര്യത്തിൽ വളർത്തുക. രണ്ടാമത്തേത് മക്കൾക്ക് ഒരു തരത്തിലുള്ള സ്വാതന്ത്ര്യവും നൽകാതെ പൂർണ്ണമായ ആധിപത്യത്തിൽ വളർത്തുന്നത്. മൂന്നാമത്തേത് മക്കൾക്ക് മക്കളുടെ വഴി, രക്ഷിതാക്കൾക്ക് രക്ഷിതാക്കളുടെ വഴി എന്ന ചിന്തയിൽ നടത്തുന്ന ചില രക്ഷിതാക്കൾ. നാലാമത്തേത് മക്കളുടെ വിഷയത്തിൽ കൃത്യമായ പക്വതയോടുകൂടി ഇടപെടുന്ന രക്ഷിതാക്കൾ. ഈ 4 ഏതിലായിരിക്കും യഥാർത്ഥത്തിൽ ഒരു കുട്ടിയിൽ സാമൂഹികമായും സാംസ്കാരികമായും ഗുണം ചെയ്യുക? എല്ലാവരും ഒന്ന് പറഞ്ഞേ. 4 പറഞ്ഞായിരിക്കും അല്ലേ? മാഷാ അല്ലാഹ്. അപ്പോൾ ആ രൂപത്തിൽ നമ്മുടെ മക്കൾക്ക് കൃത്യമായ രൂപത്തിൽ ദീനിയായ തർബീയത്തുകളോടുകൂടി മക്കളുടെ ഭാഗത്തു നിന്ന് നന്മകൾ കണ്ടു കഴിഞ്ഞാൽ അതിനെ പ്രശംസിക്കാനും മക്കൾക്ക് ആവശ്യത്തിനുള്ള സ്വാതന്ത്ര്യങ്ങളും അതുപോലെ തന്നെ മക്കളുടെ ഭാഗത്തു നിന്ന് വീഴ്ചകൾ വരുമ്പോൾ അത് തിരുത്തി കൊടുക്കുകയും ചെയ്യുന്ന ഒരു പാരൻറ്റിങ് സ്റ്റൈലാണ് ശരിക്കും പറഞ്ഞാൽ ഏതൊരു സമൂഹത്തിനും ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യുന്നത്. രണ്ടാമത്തേത് പ്രിൻസിപ്പൾസ് ഓഫ് പാരൻറ്റിങ്. പാരൻറ്റിങ് എന്ന വിഷയത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. പലപ്പോഴും നമ്മൾ വിചാരിക്കും നമ്മുടെ മക്കൾ, നേരത്തെ ഇബ്രാഹിം ഉസ്താദ് പറഞ്ഞു, നമ്മൾ വിചാരിക്കും നമ്മുടെ മക്കളെ ഇവിടെ കൊണ്ടുവന്നാക്കി അതോടുകൂടി നമ്മുടെ കടമ തീർന്നു എന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ട്. ഒരിക്കലുമില്ല. ഒരു കുട്ടി അവൻ ദീനിയായ വിദ്യാഭ്യാസം പഠിക്കട്ടെ, ഭൗതികമായ വിദ്യാഭ്യാസം പഠിക്കട്ടെ, ഏത് വിദ്യാഭ്യാസം പഠിച്ചാൽ പോലും ആ കുട്ടിക്ക് അവരുടേതായ പ്രായത്തിനനുസരിച്ച് കൃത്യമായ തർബീയത്തും തസ്കിയത്തും കൊടുക്കുക എന്നുള്ളത് ഓരോ രക്ഷിതാവിൻ്റെയും ഓരോ രക്ഷകർത്താക്കളുടെയും ഉത്തരവാദിത്തമാണ്. ഒന്നാമതായി ഒരു കുട്ടിക്ക് വേണ്ടി ഒരു രക്ഷിതാവ് ഒന്നാമതായി നൽകേണ്ടത് ലവ് ആൻഡ് അഫെക്ഷൻ എന്ന് പറഞ്ഞാൽ കുട്ടിക്ക് സ്നേഹവും വാത്സല്യവും നൽകുക എന്നുള്ളതാണ്. കുട്ടിയെ നമ്മൾ വല്ലാതെ സ്നേഹിക്കണം. നമ്മുടെ മക്കളെ നമുക്ക് സ്നേഹിക്കാനുള്ള അടിസ്ഥാന കാരണം എന്താ? അവൻ ഹാഫിളാകട്ടെ, അവൻ ആലിമാകട്ടെ, അതല്ലെങ്കിൽ അവന് ദുനിയവിയായ എന്തെങ്കിലും പുരസ്കാരങ്ങൾ ലഭിക്കട്ടെ, ഇതാകരുത് ഒരിക്കലും അതിൻ്റെ കാരണം. മറിച്ച് എൻ്റെ മകനായി എന്ന ഒരൊറ്റ കാരണത്തിൻ്റെ പേരിൽ നമ്മൾ നമ്മുടെ മക്കളെ സ്നേഹിക്കണം. നമ്മുടെ മക്കളെ നമ്മൾ സ്നേഹിക്കാനുള്ള കാരണം അവൻ എൻ്റെ മകനാണ് അല്ലെങ്കിൽ എൻ്റെ മകളാണ് എന്ന ചിന്തയായിരിക്കണം ഒന്നാമത് നമുക്കുണ്ടാകേണ്ടത്. മക്കളോട് നമ്മൾ സ്നേഹിക്കുക. പലപ്പോഴും ഉമ്മമാരെ സംബന്ധിച്ചിടത്തോളം ഉമ്മമാർ സ്നേഹം പ്രകടിപ്പിക്കും, വാപ്പമാരെ സംബന്ധിച്ചിടത്തോളം വാപ്പമാർ സ്നേഹം മനസ്സിലുണ്ടാകും, പക്ഷെ പ്രകടിപ്പിക്കൽ വളരെ കുറവായിരിക്കും. അപ്പോൾ നമ്മൾ മക്കളെ സ്നേഹിക്കണം, അത് പ്രകടിപ്പിക്കണം, അതവരോട് പറയണം, അത് നമ്മൾ ജീവിതത്തിൽ അവർക്ക് കാണിച്ചു കൊടുക്കണം. ഒന്നാമതായി നമ്മൾ അതാണ് ചെയ്യേണ്ടത്. രണ്ടാമത്തേത് ഫിസിക്കൽ അഫെക്ഷൻ. ഇപ്പോൾ സാധാരണ നമ്മൾ പറയാറുണ്ട്, ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഒരു പേനയുണ്ടെന്ന് കരുതുക. ഇപ്പം എൻ്റെ കയ്യിൽ ഈ ഫോൺ ഇരിക്കുന്നുണ്ട്. ഞാൻ ഈ ഫോൺ ഇങ്ങനെ നീട്ടിപ്പിടിക്കുമ്പോൾ എൻ്റെ മുന്നിലിരിക്കുന്ന ഒരു കുട്ടി ഒരു പക്ഷേ ഈ ഫോൺ എടുക്കാൻ വേണ്ടി ഓടി വരും.
എൻ്റെ കയ്യിൽ നിന്നും അത് വാങ്ങാൻ അത് അവൻ ആവശ്യപ്പെടുമ്പോൾ ഞാനത് കൊടുക്കാൻ തയ്യാറല്ല എങ്കിൽ ഒരുപക്ഷെ വീണ്ടും ആ കുട്ടി വന്ന് എന്നോട് ആവശ്യപ്പെടും. രണ്ടാമതും കിട്ടിയില്ലെങ്കിൽ മൂന്നാമതും ഒരുപക്ഷെ എൻ്റെ കയ്യിലിരിക്കുന്ന ഫോണിനോട് കുട്ടി ആവശ്യപ്പെടും. എന്നാൽ ഈ 3 പ്രാവശ്യം കുട്ടി വാപ്പയോട് ആവശ്യപ്പെട്ടിട്ടും തരാതിരിക്കുമ്പോൾ നാലാമത് പിന്നെ കുട്ടി ഇത് ചോദിക്കില്ല. ഇനി 5ാമത് നമ്മൾ അങ്ങോട്ട് കൊടുത്താൽ പോലും കുട്ടി ഒരുപക്ഷെ അത് വാങ്ങില്ല. ഇതേ രൂപത്തിലാണ് സ്നേഹം. മക്കൾ ആവശ്യപ്പെടുന്ന സമയത്ത്, മക്കൾ ആഗ്രഹിക്കുന്ന സമയത്ത് ഒരു രക്ഷിതാവിനെ സംബന്ധിച്ചിടത്തോളം സ്നേഹം കൊടുക്കാൻ കഴിഞ്ഞു എങ്കിൽ അതനുസരിച്ച് ആ കുട്ടിക്ക് തിരിച്ചും നമ്മളോട് അതേ സ്നേഹമുണ്ടാകും. നേരെ മറിച്ച് അവരാഗ്രഹിക്കുന്ന സമയത്ത് സ്നേഹം കൊടുക്കാതിരുന്നു എങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന സമയത്ത് ഒരുപക്ഷെ സ്നേഹം തിരിച്ച് കിട്ടിക്കൊള്ളണമെന്നില്ല. നഊദുബില്ലാ, പടച്ചോൻ കാക്കട്ടെ. പ്രിയമുള്ളവരെ, അപ്പോൾ മക്കളോടുള്ള സ്നേഹം ആ രൂപത്തിലായിരിക്കണം നമ്മൾ ഓരോരുത്തരും. അവരെ കൃത്യമായ രൂപത്തിൽ വളരെ അവരെ നമ്മൾ സ്നേഹിക്കുന്നു എന്നുള്ള കാര്യം, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു മോനെ എന്നുള്ള രൂപത്തിൽ നമ്മൾ പറയുകയും അവരത് മനസ്സിലാക്കുകയും ചെയ്യുന്ന അവസ്ഥയിൽ നമ്മുടെ സ്നേഹങ്ങളെ നമ്മൾ പ്രകടമാക്കി തന്നെ കാണിക്കണം. രണ്ടാമത്തേത് ഫിസിക്കൽ അഫെക്ഷൻ. നമ്മുടെ മക്കളെ തൊടുക, അവരെ സ്പർശിക്കുക, അവരെ തലോടുക, അവർക്ക് ചുംബനം നൽകുക. ഇതൊക്കെ മക്കളുടെ ശാരീരികവും മാനസികവുമായ വളർച്ചയിൽ വലിയ തരത്തിലുള്ള സ്വാധീനം ചെലുത്തുന്നുണ്ട്. നമ്മുടെ ശരീരത്തിൽ ഓക്സിറ്റോസിൻ എന്ന് പറയുന്ന ഒരു ഹോർമോണുണ്ട്, ഓക്സിറ്റോസിൻ. ഈ ഓക്സിറ്റോസിൻ എന്ന് പറയുന്ന ഹോർമോൺ ബന്ധപ്പെട്ട് കിടക്കുന്നത് തലച്ചോറുമായിട്ടാണ്. എപ്പോഴാണ് ഈ ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്? കൂടുതലായും ഈ ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത് മാതാപിതാക്കൾ മക്കളെ വാത്സല്യത്തോടുകൂടി അവരോട് പെരുമാറുമ്പോഴാണ്. നമ്മുടെ സ്പർശനങ്ങൾ, നമ്മുടെ തലോടലുകൾ, നമ്മുടെ ചുംബനങ്ങളൊക്കെ മക്കൾക്ക് ലഭിക്കുമ്പോൾ ഈ ഹോർമോൺ കൂടുതലായി പ്രൊഡ്യൂസ് ചെയ്യപ്പെടുകയും അതിൻ്റെ പേരിൽ കുട്ടികളിൽ മാനസികമായ ഉന്മേഷവും ഉത്സാഹവും ഒക്കെ കൂടുതലായുള്ളത് നമുക്ക് കാണാൻ കഴിയും. എന്തിൻ്റെ പേരിലുണ്ടാകുന്ന നമ്മുടെ സ്പർശനം. അപ്പോൾ നമ്മുടെ സ്പർശനങ്ങൾക്ക് പോലും കുട്ടിയുടെ ശാരീരികവും മാനസികമായ വളർച്ചയ്ക്ക് വലിയ തരത്തിലുള്ള സ്വാധീനം ചെലുത്താൻ കഴിയുന്നുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുക. മൂന്നാമത്തേത് വെർബൽ അഫ്രിമേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ വാക്കുകൊണ്ട് നമ്മുടെ മക്കളോട് ഒരുപാട് പ്രശംസകൾ, അതുപോലെ തന്നെ നമ്മൾ മക്കളെ സ്നേഹിക്കുന്നു എന്നും മക്കളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന നല്ല നല്ല കാര്യങ്ങൾ കാണുമ്പോൾ അതിനെ അവർ പ്രോത്സാഹിപ്പിക്കുകയും പ്രശംസിക്കുകയൊക്കെ ചെയ്യുക എന്നുള്ളത്, ഈ 3 വിഷയങ്ങളാണ് ഒന്നാമതായി പ്രിൻസിപ്പിൾസ് ഓഫ് പാരൻറ്റിങ്ങിൽ നാം ശ്രദ്ധിക്കേണ്ടത്. രണ്ടാമത് സ്ട്രക്ചർ ആൻഡ് ഡിസിപ്ലിൻ. നമ്മുടെ മക്കളെ നാം കൃത്യമായ തർബീയത്തോടു കൂടി വളർത്തണം. നമ്മൾ മാഷാ അല്ലാഹ് നമ്മുടെ മക്കളെ ഏറ്റവും നല്ലൊരു സ്ഥാപനത്തിൽ കൊണ്ടുവന്നാക്കിയിട്ടുണ്ട്. ഇവിടെ കൃത്യമായ രൂപത്തിൽ നേരത്തെ ഉസ്താദ് അവറുകൾ പറഞ്ഞതുപോലെ കുട്ടികളുടെ ആത്മീയവും ഭൗതികവുമായ മുഴുവൻ വിഷയങ്ങളിലും കൃത്യമായ ചിട്ടയും കൃത്യമായ തർബീയത്തിലൂടെയുമാണ് നമ്മുടെ മക്കൾ വരുന്നത്. ഇതേ അവസ്ഥയിൽ തന്നെ നമ്മുടെ മക്കൾ വീട്ടിലേക്ക് വരുമ്പോഴും ഇവിടെ പാലിച്ച മുഴുവൻ ധാർമ്മികമായ മൂല്യങ്ങളും നമ്മുടെ മക്കൾ വീട്ടിലും പാലിക്കുന്നുണ്ട് എന്ന് നാം ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടത്. പലപ്പോഴും മക്കൾ വീട്ടിൽ വരുമ്പോൾ അവരാദ്യം പറയുന്ന ഒരു ന്യായമുണ്ട്, ഞങ്ങൾ ഇത്രയും ദിവസം മദ്രസയിൽ നിന്ന് കഷ്ടപ്പെട്ടിട്ട് വന്നതാ, ഇവിടെ വരുമ്പോഴെങ്കിലും ഞങ്ങളൊന്ന് റെസ്റ്റ് എടുത്തോട്ടെ എന്ന് പറയുകയും ചെയ്യും. നമസ്കാരം പോലും ഇല്ലാത്ത അവസ്ഥയിൽ പല കുട്ടികളും പല അവസ്ഥയിലേക്ക് പോകുന്നത് കാണും. പ്രിയമുള്ളവരെ, ഇവിടെ ഏതൊരു മൂല്യബോധത്തിൽ കുട്ടികൾ ജീവിച്ചോ അതേ രൂപത്തിൽ തന്നെ അവർ വീട്ടിലും കഴിയാൻ രക്ഷിതാക്കളായ നാം ഓരോരുത്തരും ശ്രദ്ധിക്കണം. രണ്ടാമതായി പോസിറ്റീവ് ഡിസിപ്ലിൻ. പലപ്പോഴും നമ്മൾ കുട്ടികളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ചെറിയ ചെറിയ തെറ്റുകളുടെ പേരിൽ വലിയ മോശമായ അവസ്ഥയിൽ കുട്ടികളെ ശകാരിക്കുകയും അവരെ ശാരീരികമായി ഉപദ്രവിക്കുകയും ഒക്കെ ചെയ്യുന്നൊരവസ്ഥയുണ്ട്. പ്രിയമുള്ളവർ, അത് മാറി ഏറ്റവും നല്ല പോസിറ്റീവായ രൂപത്തിലായിരിക്കണം നമ്മൾ പാരൻറ്റിങ് നടത്തേണ്ടത്. സാധാരണ ഞാൻ ഈ അടുത്ത് ഒരു പുസ്തകത്തിൽ വായിച്ചു, കുട്ടികളുടെ പെരുമാറ്റത്തെക്കുറിച്ച് പറയുമ്പോൾ പ്രകൃതി, വികൃതി, സംസ്കൃതി എന്ന് 3 രൂപത്തിലാണ് കുട്ടികളുടെ പെരുമാറ്റത്തെക്കുറിച്ച് പറയുന്നത്. പ്രകൃതി, വികൃതി, സംസ്കൃതി. എന്താണ് പ്രകൃതി, എന്താണ് വികൃതി, എന്താണ് സംസ്കൃതി എന്ന് അദ്ദേഹം കൃത്യമായി പറയുന്നുണ്ട്. ഒരു ഉദാഹരണത്തിലൂടെ അദ്ദേഹം പറയുകയാണ്, നമ്മുടെ വീട്ടിലൊരു കുട്ടിയുണ്ട് എന്ന് കരുതുക. അപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് ഒരു അതിഥിയായ ഒരു മനുഷ്യൻ കടന്നു വരുമ്പോൾ ആ അതിഥിക്ക് സ്വാഭാവികമായും മധുര പലഹാരങ്ങൾ നാം കൊടുക്കും. അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള ചെറിയ കുട്ടി ഓടിപ്പോയി അതിൽ നിന്നും ഒന്നെടുത്ത് കഴിച്ചു കഴിഞ്ഞാൽ അത് അവൻ്റെ പ്രകൃതിയാണ്. കുട്ടികൾ അങ്ങനെ ചെയ്യും, സ്വാഭാവികമാണ്. നേരെ മറിച്ച് കുട്ടി ആ പാത്രം എടുത്ത് താഴെയിട്ട് പൊട്ടിച്ചാൽ അത് വികൃതിയാണ്. ഇനി ഇത് രണ്ടും ചെയ്യാതെ കുട്ടി പിതാവിൻ്റെയോ മാതാവിൻ്റെ അടുക്കൽ മാത്രം നിൽക്കുന്നു. ആ അതിഥി പറയുന്നു, മോൻ ഇതിൽ നിന്ന് എന്തെങ്കിലും എടുത്ത് കഴിച്ചോ? മകൻ കഴിച്ചില്ല. ഉമ്മയോ ഉപ്പയോ പറയുന്നു, മോൻ എടുത്ത് കഴിച്ചോ എന്ന് പറയുമ്പോൾ അതിൽ നിന്നും ഒന്നെടുത്ത് കഴിക്കുന്നു. ഇതിൻ്റെ പേര് സംസ്കൃതി. സ്കൂളിലേക്ക് കുട്ടികളെല്ലാവരും വരുമ്പോൾ ഗേറ്റ് അടച്ചിരിക്കുകയാണ്. അപ്പോൾ ആദ്യം വരുന്ന കുട്ടി മതിൽ ചാടി അകത്ത് കടക്കുന്നുണ്ട് എങ്കിൽ അതവൻ്റെ പ്രകൃതിയാണ്. നേരെ മറിച്ച് ആ ലോക്ക് പൊളിച്ചാണ് കുട്ടി അകത്ത് കിടക്കുന്നത് എങ്കിൽ അത് വികൃതിയാണ്. ഇത് രണ്ടും ചെയ്യാതെ ഗേറ്റ് തുറക്കുന്നത് വരെ ക്ഷമയോടുകൂടി പുറത്തു നിന്നാൽ അത് സംസ്കൃതിയാണ്.
അപ്പോൾ പലപ്പോഴും കുട്ടികളുടെ പ്രകൃതത്തെ വികൃതിയായി നാം മനസ്സിലാക്കി കുട്ടികളോട് പെരുമാറുമ്പോഴാണ് രക്ഷിതാക്കളുടെയും മക്കളുടെയും ബന്ധത്തിനിടയിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ സംഭവിക്കുന്നത്. സാധാരണ കൗമാരപ്രായത്തിന് ഇംഗ്ലീഷിൽ പറയുന്നത് അഡോളസെൻസ് എന്ന്. ഈ അഡോളസെൻസ് എന്ന വാക്കിൽ ഏകദേശം 11ഓളം അക്ഷരങ്ങളുണ്ട്. ഈ 11 അക്ഷരങ്ങളും പ്രതിനിധാനം ചെയ്യുന്നത് കൗമാരപ്രായത്തിലെ 11 പ്രകൃതങ്ങളാണ്. ഒന്നാമത്തെ അക്ഷരം എ ആണ്. എ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അഡ്വഞ്ചർ. ഈ പ്രായത്തിലെ കുട്ടികൾ സാഹസപ്രിയരായിരിക്കും. അതായത് കുട്ടികൾ ഒരു മല കാണുമ്പോൾ അതിൻ്റെ മുകളിലേക്ക് വലിഞ്ഞു കയറും. വെള്ളം കാണുമ്പോൾ മുന്നും പിന്നും നോക്കാതെ എടുത്ത് ചാടിക്കളയും. കയ്യിൽ വാഹനം ലഭിക്കുമ്പോൾ 100, 120, 80, 90 സ്പീഡിലൊക്കെ ഒരു പക്ഷേ കുട്ടികൾ വാഹനം ഓടിക്കും. ഈ സാഹസം എന്നുള്ളത് ആ കുട്ടികളുടെ പ്രകൃതമാണ്. രണ്ടാമത്തേത് അഡോളസെൻസിലെ രണ്ടാമത്തെ അക്ഷരം ഡി ആണ്. ഡി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഡിസോർഡർ. ഈ പ്രായത്തിൽ കുട്ടികൾക്ക് ഒരു അടുക്കും ചിട്ടയും ഉണ്ടായിരിക്കില്ല. വീട്ടിൽ ഭയങ്കര പ്രശ്നമായിരിക്കും. ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ വിരിമടക്കുന്നില്ല, വസ്ത്രത്തിൽ ശ്രദ്ധിക്കുന്നില്ല, അത് അവിടെ ഇടും ഇവിടെ ഇടും. നമ്മുടെ വീട്ടിലൊക്കെ വലിയ പ്രശ്നങ്ങളാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ കുട്ടികൾ ആ വിഷയം ശ്രദ്ധിക്കാത്തത് അവരുടെ പ്രകൃതത്തിൻ്റെ പേരിലല്ല, അതല്ലാതെ അവരുടെ വികൃതിയുടെ പേരിലല്ല. അത് മൂന്നാമത്തേത് അഡോളസെൻസിൽ മൂന്നാമത്തെ അക്ഷരം ഓ എന്ന് പറയുന്ന അക്ഷരം. ഈ ഓ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓപ്പോസ് എന്ന് പറഞ്ഞാൽ കുട്ടികൾ എന്ത് പറഞ്ഞാലും അതിന് തർക്കുത്തരം പറയുക എന്നുള്ളത് അവരുടെ പ്രകൃതത്തിൻ്റെ ഒരു ഭാഗമാണ്. അതുപോലെ തന്നെ എൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ലോജിക്കൽ. എന്ത് കാര്യം പറഞ്ഞാലും അതിൻ്റെ കാര്യകാര അന്വേഷണങ്ങൾ കുട്ടികൾ തേടും. എന്തുകൊണ്ടാണ് അങ്ങനെ, എന്തുകൊണ്ടാണ് ഇങ്ങനെ എന്നുള്ള രൂപത്തിൽ കുട്ടികൾ ചോദിക്കും. ഇത് അവരുടെ പ്രകൃതത്തിൻ്റെ ഭാഗമാണ്. ഇങ്ങനെ 11ഓളം അക്ഷരങ്ങളും പ്രതിനിധാനം ചെയ്യുന്നത് അഡോളസെൻസ് കൗമാരപ്രായത്തിലെ ഈ 11 പ്രകൃതങ്ങളെ. പലപ്പോഴും പ്രകൃതങ്ങളെ നമ്മൾ വികൃതിയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് കുട്ടികളോട് പെരുമാറുകയും അവരെ വഴക്ക് പറയുകയും ചെയ്യുമ്പോൾ അവർക്കിടയിലുള്ള നമുക്കും മാതാപിതാക്കളുടെയും മക്കളുടെയും ബന്ധത്തിനിടയിൽ വലിയ തരത്തിലുള്ള വിള്ളലുകൾ നമുക്ക് കാണാൻ സാധിക്കും. മൂന്നാമത്തത് ലീഡ് ബൈ എക്സാമ്പിൾ. നമ്മൾ ഓരോരുത്തരും മാതൃകാപരമായി നമ്മുടെ കുട്ടികളെ നയിക്കണം. നമ്മുടെ മക്കൾ നന്നാകണമെങ്കിൽ ആദ്യം നന്നാകേണ്ടത് നാം ഓരോരുത്തരുമാണ്. നേരത്തെ അദ്ദേഹം പറഞ്ഞതുപോലെ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. നമ്മൾ ഓരോരുത്തരും നേർവഴിയിലായി നമ്മൾ നയിക്കുന്ന അവസ്ഥയിലേക്കാണ് എങ്കിൽ നമ്മളെ കണ്ട് നമ്മുടെ മക്കൾ വളരും. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു മൈമൂന റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ, അദ്ദേഹത്തിൻ്റെ മാമയാണ്, അവരുടെ വീട്ടിൽ ഒരിക്കൽ രാപാർക്കുന്നതിന് വേണ്ടി രാത്രി താമസിക്കുന്നതിന് വേണ്ടി വരുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായും അവിടെ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അന്ന് ആ വീട്ടിലുണ്ട്. അങ്ങനെ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രി കുറച്ച് സമയം ഉറങ്ങിയതിന് ശേഷം ഉറക്കത്തിൽ നിന്നും എഴുന്നേൽക്കുന്നു. അപ്പം നബി തങ്ങൾ എഴുന്നേൽക്കുന്ന ശബ്ദം കേട്ട് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹും എഴുന്നേറ്റു. അദ്ദേഹം നബി തങ്ങളെ ഇങ്ങനെ നോക്കി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോകുന്നു, മിസ്വാക്ക് ചെയ്യുന്നു, വുളു എടുക്കുന്നു, നമസ്കരിക്കുന്നു. കുറച്ച് സമയം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഇത് മുഴുവൻ വീക്ഷിച്ചതിന് ശേഷം അദ്ദേഹവും പോയി വുളു എടുക്കുന്നു, മിസ്വാക്ക് ചെയ്യുന്നു, നബി തങ്ങളുടെ പുറകിൽ വന്ന് നമസ്കരിക്കുന്നു. ചെറിയ കുട്ടിയായിരുന്നു ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. പക്ഷേ ആ ചെറിയ കുട്ടിയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അമൽ ചെയ്യാൻ പ്രേരിപ്പിക്കുകയോ അതല്ലെങ്കിൽ ഉപദേശിക്കുകയോ ചെയ്തില്ല. മറിച്ച് നബി തങ്ങൾ ചെയ്ത് കാണിച്ചു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു താനേ ചെയ്തു. ഇങ്ങനെ ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ കഴിയും. പലപ്പോഴും നമ്മുടെ രക്ഷിതാക്കൾ, ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ രക്ഷിതാക്കളുടെ ഭാഗത്തു നിന്നായിരിക്കും കുട്ടികൾ പല തിന്മകളും പഠിക്കുന്നത്. നമ്മിലൂടെയായിരിക്കും നമ്മുടെ കുട്ടികൾ പലപ്പോഴും തിന്മകൾ പഠിക്കുക. ഒരു ഉദാഹരണം പറയാം. നമ്മളിപ്പോൾ നമ്മുടെ ഭാര്യയും നമ്മുടെ മക്കളുമൊക്കെയായി ഭാര്യയുടെ വീട്ടിലേക്ക് പോവുകയാണെന്ന് കരുതുക. കാറിലാണ് സഞ്ചരിക്കുന്നത്. ഇപ്പോൾ സ്വാഭാവികമായും ഫ്രണ്ട് സീറ്റിൽ നമ്മളും നമ്മുടെ ഭാര്യയും അപ്പുറത്തും ഇപ്പുറത്തും ഇരിക്കുന്നുണ്ട്, പുറകിൽ നമ്മുടെ മക്കളും ഇരിക്കുന്നുണ്ട്. ഇപ്പോൾ ചെറിയ കുട്ടികളായിരിക്കും മക്കൾ പുറത്തുള്ള കെട്ടിടങ്ങളും അതുപോലെ തന്നെ നല്ല നല്ല കാഴ്ചകളും കാറുകളും ഒക്കെ മക്കൾ കാണും. പക്ഷെ ഇതൊക്കെയാണ് അവരുടെ കാഴ്ചയെങ്കിലും നമ്മൾ പറയുന്ന കാര്യങ്ങൾ അവർ ശ്രദ്ധിക്കും. അപ്പോൾ സ്വാഭാവികമായും ഭാര്യയുടെ വീട്ടിലേക്ക് പോകുമ്പോൾ ഭാര്യയുടെ കുടുംബക്കാരുടെ കുറ്റം നമ്മൾ സ്വാഭാവികമായും പറയും. ഭാര്യയുടെ പിതാവിനെ കുറിച്ച് പറയും, ഭാര്യയുടെ സഹോദരനെ കുറിച്ചൊക്കെ ഒരുപക്ഷെ നമ്മൾ പലതരത്തിലുള്ള കുറ്റങ്ങൾ നമ്മൾ പറയും. ഇതെല്ലാം പുറകിലിരുന്ന് കുട്ടികൾ കേൾക്കുന്നുണ്ട്, പക്ഷെ കാണുന്നത് ദുനിയവിയായ മറ്റു പല കാഴ്ചകളായിരിക്കും. ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ നമ്മുടെ ഭാര്യയുടെ വീട്ടിലേക്ക് എത്തിക്കഴിയുമ്പോൾ ഭാര്യയുടെ വീടിൻ്റെ വാതിൽ തുറന്ന് നമ്മൾ സ്വീകരിക്കാൻ നിൽക്കുന്നത് ഭാര്യയുടെ പിതാവായിരിക്കും. ഇത്രയും നേരം ഏതൊരു പിതാവിനെ കുറിച്ചാണോ നമ്മൾ കുറ്റം പറഞ്ഞത്, ആ പിതാവിനെ കാണുമ്പോൾ വല്ലാത്ത സ്നേഹവും ആനന്ദവും വല്ലാത്ത സന്തോഷത്തിൻ്റെ പ്രകടനങ്ങളൊക്കെ നമ്മളെ കാണിക്കുമ്പോൾ നമ്മുടെ മക്കൾ വിചാരിക്കും, ഇങ്ങനെ അല്ലായിരുന്നല്ലോ ഇത്രയും നേരം പറഞ്ഞത്. അപ്പോൾ സ്വാഭാവികമായും കപടത എന്ന് പറയുന്ന, മനസ്സിൽ ഒന്ന് വെച്ച് പുലർത്തി പുറത്ത് മറ്റൊന്ന് കാണിക്കുന്ന കപടത എന്ന മോശമായ ഗുണം നമ്മുടെ മക്കളിൽ ആദ്യമായി പകർന്നു നൽകുന്നത് ഒരുപക്ഷെ നമ്മിൽ നിന്ന് തന്നെയായിരിക്കും, അല്ലേ?
സ്വാഭാവികമായും ഇങ്ങനെയുള്ള പലതരത്തിലുള്ള തിന്മകൾ നമ്മുടെ മക്കൾ പഠിക്കുന്നത് നമ്മിൽ നിന്നാണ്. അതുകൊണ്ട് നമ്മുടെ മക്കൾക്ക് നമ്മുടെ സ്വഭാവം നല്ലൊരു മാതൃകാപരമാകണം. നമ്മളെ കണ്ട് നന്മകൾ ചെയ്യാൻ കുട്ടികൾ തയ്യാറാകണം. ഈ രൂപത്തിലായിരിക്കണം നമ്മുടെ ഓരോരുത്തരുടെയും രീതി. മൂന്നാമത്തേത് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഇമോഷണൽ കണക്ഷൻ എന്ന് പറഞ്ഞാൽ ഒന്ന് ആക്റ്റീവ് ലിസണിങ്. കുട്ടികൾ പറയുന്നത് നല്ലതുപോലെ കേൾക്കണം. നമ്മൾ ഒരു നല്ല രക്ഷിതാവാകണമെങ്കിൽ നമ്മൾ ആദ്യം നല്ലൊരു കേൾവിക്കാരനാകണം. മക്കൾ പറയുന്നത് ഒരുപാട് നമ്മൾ കേൾക്കണം. ഒരു പക്ഷേ അവരുടെ വൈകാരികമായ പല കാര്യങ്ങൾ കൊണ്ട് അവർ പല അഭിപ്രായങ്ങൾ നമ്മൾ പറയും. അതെല്ലാം നമ്മൾ ആദ്യം കേൾക്കണം. കേട്ടതിന് ശേഷം അതിലെ പോരായ്മകൾ നമ്മൾ തിരുത്തി കൊടുക്കാൻ തയ്യാറാകണം. രണ്ടാമത്തത് ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ. കുട്ടികളുമായി തുറന്ന് സംസാരിക്കാൻ നമ്മൾ തയ്യാറാകണം. കുട്ടികളുമായി തുറന്ന് സംസാരിക്കണം എന്ന് പറഞ്ഞാൽ കുട്ടികളുടെ സന്തോഷങ്ങളും അവരുടെ വിഷമങ്ങളും എല്ലാം നമ്മോട് തുറന്നു പറയാനുള്ള ഒരു മാനസികമായ സ്ഥിതി നമ്മൾ വീട്ടിൽ ഉണ്ടാക്കി കൊടുക്കണം. പലപ്പോഴും നമ്മൾ കേരളത്തിൽ പല കുട്ടികളുമൊക്കെ ആത്മഹത്യ ചെയ്യാറുണ്ട്. ഔദുബില്ല, പടച്ചോൻ നമ്മുടെ മക്കളെല്ലാവരെയും കാക്കട്ടെ. അപ്പോൾ പലതരത്തിലുള്ള അവസ്ഥകൾ കാണും. അപ്പോൾ ആത്മഹത്യക്ക് ശേഷം ആണ് രക്ഷിതാക്കൾ അറിയുന്നത് എൻ്റെ മകൻ കുറേ കാലമായി പലതരത്തിലുള്ള മാനസികമായ പീഡനങ്ങൾക്ക് സഹിക്കുന്നുണ്ടായിരുന്നു, എൻ്റെ മകൻ റാഗിങ്ങിന് ഇരയായിട്ടുണ്ടായിരുന്നു, അതല്ലെങ്കിൽ എൻ്റെ മകൾക്ക് ഭർത്താവിൻ്റെ വീട്ടിൽ വലിയ തരത്തിലുള്ള പ്രശ്നങ്ങൾ അനുഭവിച്ചിട്ടുണ്ടായിരുന്നു എന്നറിയുന്നത് കുട്ടി മരണപ്പെട്ടതിന് ശേഷം. എന്തേ അതിനു മുൻപ് കുട്ടി ഇത് രക്ഷിതാവിനോട് പറയാതിരുന്നത്? പല കാരണങ്ങളുണ്ടാകാം. ഒരുപക്ഷെ അതിലുള്ളൊരു കാരണം രക്ഷിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധം അത്ര സുദൃഢമാകാത്തതിൻ്റെ പേരിലായിരിക്കാം. അതുകൊണ്ട് മക്കൾക്ക് എന്തും നമ്മളോട് തുറന്നു പറയാനുള്ള ഒരു മാനസികമായ അവസ്ഥ നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കി കൊടുക്കണം. അതല്ലാതെ നമ്മൾ ആവശ്യത്തിനും അനാവശ്യത്തിനുമൊക്കെ കുട്ടികളോട് ദേഷ്യപ്പെടുകയും കുട്ടികളോട് തർക്കുത്തരം പറയുകയും ചെയ്യുന്ന അവസ്ഥകൾ വരുമ്പോൾ പലപ്പോഴും കുട്ടികൾ നമ്മോട് സംസാരിക്കാൻ പോലും പേടിയുള്ള ഒരവസ്ഥയിലേക്ക് മാറും. അപ്പോൾ നമ്മൾ രണ്ടാമത് ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ. മൂന്നാമത് ഇമോഷണൽ കോച്ചിങ് എന്ന് പറയുമ്പോൾ വൈകാരികതയെ നമ്മൾ കുട്ടികൾ പഠിപ്പിക്കണം. എങ്ങനെയാണ് വൈകാരികമായ ഒരു അവസ്ഥ ഉണ്ടാകുമ്പോൾ അതിലെങ്ങനെയായിരിക്കണം പ്രതികരിക്കേണ്ടത് എന്ന് കൃത്യമായി നമ്മൾ കുട്ടികളെ പഠിപ്പിക്കണം. പലപ്പോഴും നമ്മുടെ കുട്ടികളുടെ പ്രായത്തിനനുസരിച്ച് ഒച്ചയും ബഹളവും ചിലപ്പോൾ ദേഷ്യവും ഒക്കെ പെടുമ്പോൾ നമ്മൾ പൊട്ടിത്തെറിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ അങ്ങനെയല്ല ചെയ്യണം. മറിച്ച് കുട്ടികളിൽ ഉണ്ടാകുന്ന വൈകാരികമായ മാറ്റങ്ങൾ കാണുമ്പോൾ അതിലേറ്റവും പക്വമായ രൂപത്തിൽ നമ്മൾ ഇടപെടുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത്. അതല്ലാത്ത രൂപത്തിൽ നമ്മൾ കുട്ടികളോട് പെരുമാറിയാൽ ഒരുപക്ഷെ പലതരത്തിലുള്ള അവസ്ഥകളിലേക്ക് നമ്മുടെ മക്കൾ മാറിപ്പോകും. നമുക്കറിയാം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ ഒരിക്കലൊരു സഹാബി വന്നിട്ട് പറയുന്നുണ്ട്, പ്രവാചകരെ എനിക്ക് വ്യഭിചരിക്കണം. സ്വാഭാവികമായി നമ്മളൊന്ന് ചിന്തിച്ചു നോക്കി, നബി തങ്ങൾ ആരാ? ഒരുപാട് വർഷങ്ങളായി ഒരു സമൂഹത്തിൻ്റെ സംസ്കാര സമ്പന്നമാക്കുന്നതിന് വേണ്ടിയിട്ട്, ആത്മീയമായ വിപ്ലവം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ട് നബിതങ്ങൾ ഒരു സമൂഹത്തിൽ പരിവർത്തനം നടത്തിക്കൊണ്ടിരിക്കെ അവിടെയുള്ളൊരു മനുഷ്യൻ വന്നിട്ട് പറയുക, പ്രവാചകരെ എനിക്ക് വ്യഭിചരിക്കണം. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് നമ്മളൊന്ന് ആലോചിച്ച്, നബിതങ്ങൾക്ക് എന്തും പറയായിരുന്നല്ലോ. നബിതങ്ങൾക്ക് ദേഷ്യപ്പെടാമായിരുന്നു, നബിതങ്ങൾക്ക് അദ്ദേഹത്തെ വേണമെങ്കിൽ സദസ്സിൽ നിന്ന് ഇറക്കി വിടാമായിരുന്നു, പലതരത്തിലുള്ള അവസ്ഥകളിലേക്ക് പോകാമായിരുന്നു. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ മനുഷ്യനോട് അദ്ദേഹം പറയുന്ന കാരണങ്ങൾ മുഴുവൻ കേട്ടതിന് ശേഷം നബി തങ്ങൾ തിരിച്ചു ചോദിച്ച ചില ചോദ്യങ്ങളുണ്ട്. മോനെ, ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നീ മറുപടി പറ, എന്നിട്ട് ഞാൻ മറുപടി പറയാം. പിന്നെ നബി തങ്ങൾ ചോദിച്ചു, നിന്റെ ഉമ്മയെ ആരെങ്കിലും വ്യഭിചരിക്കുന്നത് നിനക്ക് ഇഷ്ടമാണോ? അദ്ദേഹം പറഞ്ഞു, ഇല്ല പ്രവാചകരെ. നിന്റെ ഭാര്യയെ ആരെങ്കിലും വ്യഭിചരിക്കുന്നത് നിനക്ക് ഇഷ്ടമാണോ? ഇല്ല പ്രവാചകരെ. നിന്റെ സഹോദരിയെ വ്യഭിചരിക്കുന്നതോ? ഇല്ല പ്രവാചകരെ. നിന്റെ മകളെ വ്യഭിചരിക്കുന്നതോ? ഇല്ല പ്രവാചകരെ. അങ്ങനെ എൻ്റെ കുടുംബത്തിൽ ഒരാളെയും വ്യഭിചരിക്കുന്നത് എനിക്കിഷ്ടമല്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, എങ്കിൽ നീ വ്യഭിചരിക്കുന്ന സ്ത്രീ അത് ആരെങ്കിലും ഒരാളുടെ ഉമ്മയോ സഹോദരിയോ മകളോ അതല്ലെങ്കിൽ ഭാര്യയോ ആയിരിക്കാം എന്നാ മനുഷ്യനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു, പ്രവാചകരെ, എൻ്റെ മനസ്സിൽ നിന്നും ആ ആഗ്രഹത്തെ ഞാൻ ഇല്ലാതാക്കുകയാണ്. ഞാൻ ഇനി ഒരിക്കലും അത്തരത്തിലുള്ളൊരു ചിന്ത എൻ്റെ മനസ്സിൽ വച്ചു പുലർത്തുകയില്ല. പ്രിയമുള്ളവരെ, എന്തുകൊണ്ടാണ് അങ്ങനെയുള്ളൊരു ചിന്തയിലേക്ക് ആ മനുഷ്യൻ പോയത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ വൈകാരികമായ ആ രംഗത്തെ ഏറ്റവും പക്വമായ രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അദ്ദേഹത്തിന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തതിൻ്റെ പേരിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അമൽ ചെയ്യാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. പ്രിയമുള്ളവരെ, അതുപോലെ തന്നെ നമ്മുടെ മക്കൾക്ക് നാലാമതായി നാം ചെയ്തു കൊടുക്കേണ്ടത് റെസ്പെക്റ്റ് ആൻഡ് ഓട്ടോണമി എന്ന് പറയുമ്പോൾ കുട്ടികളെ നമ്മൾ ബഹുമാനിക്കുകയും അതുപോലെ തന്നെ അവർക്ക് ആവശ്യമായ സ്വാതന്ത്ര്യങ്ങൾ നൽകുകയും ചെയ്യണം. ഒന്നാമത്തത് ട്രീറ്റ് ദം വിത്ത് റെസ്പെക്റ്റ്. വളരെ ബഹുമാനത്തോടു കൂടി നമ്മൾ നമ്മുടെ മക്കളുമായി സംവദിക്കണം. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീട്ടിലിരിക്കുമ്പോൾ ഫാത്തിമ ബീവി കടന്നു വരികയാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുന്നേറ്റ് മകളുടെ അടുക്കലേക്ക് ചെല്ലുമായിരുന്നു.
നബി തങ്ങൾക്ക് എഴുന്നേൽക്കേണ്ട ഒരു ആവശ്യമില്ല. പക്ഷെ മകളെ കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എഴുന്നേറ്റ് മകളുടെ അടുക്കലേക്ക് ചെല്ലുമായിരുന്നു. ഒരിക്കൽ നബിതങ്ങളും സഹാബാക്കളും ഒരു സദസ്സിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ, നബിതങ്ങൾക്ക് പൊതുവിലുള്ള രീതി, നബിതങ്ങളും സഹാബാക്കളും ഇരിക്കുമ്പോൾ ആരെങ്കിലും ഹദിയ കൊണ്ടുവന്ന് കൊടുക്കുകയാണെങ്കിൽ നബിതങ്ങൾ അത് വാങ്ങിയതിന് ശേഷം അനുബിതങ്ങൾ ആദ്യം അല്പം കഴിക്കും, അതിനുശേഷം നബിതങ്ങളുടെ വലതു ഭാഗത്തിരിക്കുന്നവർക്ക് നൽകും. ഒരിക്കൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ആണ് വലതു ഭാഗത്തിരിക്കുന്നത്. ഇടതു ഭാഗത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള പ്രഗത്ഭരായ മുതിർന്ന സഹാബാക്കളായിരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പാല് കൊണ്ടുവന്ന് കൊടുക്കുകയാണ്. നബി തങ്ങൾ പാല് കുടിച്ചു. പാല് കുടിച്ചതിന് ശേഷം വലത് ഭാഗത്തിരിക്കുന്ന അബ്ദുല്ലാഹിബ്നു അബ്ബാസ് എന്ന് പറയുന്ന ചെറിയ സഹാബിയോട് റളിയല്ലാഹു അൻഹു നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, മോനെ, ഇടതു ഭാഗത്തിരിക്കുന്ന പ്രധാനപ്പെട്ട സഹാബാക്കൾക്ക് ഞാൻ കൊടുത്തോട്ടെ? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിനെ സംബന്ധിച്ചിടത്തോളം നബിതങ്ങളുടെ ഭാഗത്ത് നിന്നും കിട്ടുന്ന ഒരു സാധനം നഷ്ടപ്പെടുത്തി കളയാൻ അദ്ദേഹം ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, പ്രവാചകരെ, എനിക്ക് തന്നെ വേണം, അപ്പുറത്ത് ആരിരുന്നാലും എനിക്ക് യാതൊരു പ്രശ്നമല്ല, അങ്ങൊരു സാധനം തരുമ്പോൾ വേണ്ട എന്ന് പറയാൻ എനിക്ക് പറ്റില്ല, അതുകൊണ്ട് താങ്കൾ ഇത് എനിക്ക് തന്നെ നൽകണമെന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുക, നബി തങ്ങളോട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുക. പ്രിയമുള്ളവരെ, നമ്മളൊന്ന് സ്വാഭാവികമായി ചിന്തിച്ച് നോക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അവിടെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കേണ്ട ഒരു ആവശ്യവുമില്ല. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു സാധാരണക്കാരൻ, ഒരു ചെറിയ സഹാബിയാണ്, ഇപ്പുറത്തിരിക്കുന്നത് മുതിർന്ന സഹാബാക്കളാണ്. നബി തങ്ങൾ അങ്ങനെ ചോദിച്ചില്ല എന്ന് വിചാരിച്ച് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഒരു വിഷമം ഉണ്ടാവില്ല. എന്നിട്ട് പോലും നബി തങ്ങൾ ചെറിയ കുട്ടിയായിരുന്ന ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിനെ അവിടെ പരിഗണിക്കുകയാണ് ചെയ്തത്. ഇതേ രൂപത്തിൽ നമ്മുടെ മക്കളെ നമ്മൾ ബഹുമാനിക്കുന്ന ഒരവസ്ഥാവിശേഷം ഉണ്ടാകണം. നമ്മുടെ മക്കളെ ബഹുമാനിക്കുന്നത് അവർക്ക് മനസ്സിലാകണം. രണ്ടാമത്തത് എൻകറേജ് ഇൻഡിപെൻഡൻസ്. മക്കളെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി, മക്കൾക്ക് അല്പം സ്വാതന്ത്ര്യം, അവരുടേതായ ഇഷ്ടങ്ങൾക്ക് വേണ്ടി സ്വാഭാവികമായ ചില സ്വാതന്ത്ര്യങ്ങൾ നമ്മുടെ മക്കൾക്ക് നൽകണം. മൂന്നാമതായി സപ്പോർട്ട് ദെയർ ഇൻട്രസ്റ്റ്. അവർക്ക് താല്പര്യമുണ്ടാകുന്ന വിഷയങ്ങളിൽ നമ്മൾ ഓരോരുത്തരും അവരെ കൂടുതലായി സപ്പോർട്ട് ചെയ്യണം. ഇതാണ് പ്രിൻസിപ്പിൾസ് ഓഫ് പാരന്റിങ് എന്ന് പറയുന്ന പാരന്റിങ്ങിന്റെ വിഷയത്തിൽ രക്ഷിതാക്കൾ കൂടുതലായി ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ. സമയം കുറവായതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പറഞ്ഞു നിർത്താം. പിന്നെ 4 കാര്യങ്ങൾ നമ്മൾ നമ്മുടെ മക്കളെ സപ്പോർട്ട് ചെയ്യണം. കുട്ടികളെ നമ്മൾ കുട്ടികളുമായി സഹകരിക്കണം. ഒന്ന് സ്പിരിച്വൽ സപ്പോർട്ട് എന്ന് പറയുമ്പോൾ അതിൽ 3 വിഷയങ്ങളാണ്. ഒന്ന് ഇബാദത്തിൻ്റെ വിഷയത്തിൽ നമ്മൾ മക്കൾക്ക് മാതൃക കാണിക്കണം. രണ്ടാമത്തേത് വാല്യൂസ്. മക്കൾക്ക് നല്ല നല്ല സ്വഭാവങ്ങൾ, സത്യസന്ധത, അതുപോലെ തന്നെ സഹാനുഭൂതിയും വിനയവും ലജ്ജ, ഇങ്ങനെയുള്ള നല്ല നല്ല ഗുണങ്ങൾ ഉണ്ടാകാൻ നമ്മുടെ മക്കൾക്ക് നമ്മൾ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയും നമ്മുടെ ജീവിതങ്ങൾ വെച്ച് അവരെ കാണിച്ചു കൊടുക്കുകയും ചെയ്യുക. മൂന്നാമത്തേത് എൻകറേജ് എ സെൻസ് ഓഫ് വണ്ടർ. അതായത് ലോകത്തുള്ള പലതരത്തിലുള്ള അത്ഭുതങ്ങളെക്കുറിച്ച് നമ്മൾ നമ്മുടെ മക്കളോട് പറയുക. മോനെ ആകാശത്തിലേക്ക് നോക്കി, ആകാശത്തിൻ്റെ അത്ഭുതങ്ങളെക്കുറിച്ച് നീയൊന്ന് പറഞ്ഞ്. അപ്പോൾ സ്വാഭാവികമായും കുട്ടികളാകുമ്പോൾ അവർക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കുകയും ആകാശത്തിൽ ഒരു തൂണ് പോലുമില്ല, ഇത്രയും വിശാലമാണ് ആകാശം, ഇങ്ങനെയുള്ള കുട്ടികളുടേതായ രൂപത്തിൽ അള്ളാഹുവിൻ്റെ സൃഷ്ടി വൈഭവങ്ങളെക്കുറിച്ച് അവരെ ബോധവാന്മാരാക്കണം. അത് രക്ഷിതാക്കളായ നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്. ഇങ്ങനെയുള്ള അള്ളാഹുവിൻ്റെ അത്ഭുതങ്ങളെക്കുറിച്ച് നല്ല രൂപത്തിൽ കുട്ടികൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളത്. അടുത്തത് ഇൻ്റലക്ച്വൽ സപ്പോർട്ട് എന്ന് പറയുമ്പോൾ ഭൗതികമായ പല രൂപത്തിൽ, ഭൗതികമായ വിദ്യാഭ്യാസത്തിൻ്റെ വിഷയത്തിലാണെങ്കിലും അതുപോലെയുള്ള നല്ല നല്ല കാര്യങ്ങൾ, കുട്ടികളുടെ അറിവിനെ വികാസിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നല്ല നല്ല പ്രവർത്തനങ്ങൾ നമ്മൾ നൽകണം. എൻകറേജ് ക്യൂരിയോസിറ്റി. മക്കളോട് ചോദ്യങ്ങൾ ചോദിക്കാനുള്ള ഒരു പ്രാപ്തിയിലേക്ക് എത്തണം. മക്കളോട് നമ്മൾ ചോദിക്കണം, ഇന്നതുപോലെയൊക്കെ പ്രശ്നങ്ങളുണ്ടല്ലോ, അതിനെന്താ നമ്മൾ ചെയ്യേണ്ടത്, എന്നിട്ട് മക്കൾക്കത് വായിക്കാനും മനസ്സിലാക്കാനും പഠിക്കാനുമുള്ള അവസരങ്ങൾ നമ്മൾ കൊടുക്കുക. അതുപോലെ തന്നെ ഇൻ്റലക്ച്വൽ എൻവിറോൺമെൻറ്റ്. വീട്ടിൽ അത്തരത്തിലുള്ള കുട്ടികളുടെ അറിവിനെ വികസിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു എൻവിറോൺമെൻറ്റ്, ഒരു അന്തരീക്ഷം നമ്മൾ വീട്ടിൽ ഉണ്ടാക്കി കൊടുക്കുക. കൂടുതലായി നമ്മൾ വായിക്കുന്നത് നമ്മുടെ മക്കൾ കാണണം. സാധാരണ പറയാറുണ്ട്, മക്കൾക്ക് വായനാശീലം വരുന്നതിന് വേണ്ടിയിട്ട് രക്ഷിതാക്കൾ ചെയ്യേണ്ട കാര്യം രക്ഷിതാക്കൾ വായിക്കുക എന്നുള്ളതാണ്. വെറുതെ വായിക്കുക എന്ന് മാത്രമല്ല, ചെറിയ കുട്ടികളെ നമ്മുടെ മടിയിലിരുത്തിക്കൊണ്ട് നമ്മൾ പുസ്തകം വായിക്കുക. നമ്മുടെ മക്കൾ മടിയിലിരിക്കുന്ന നമ്മുടെ മക്കൾ നമ്മൾ പുസ്തകം വായിക്കുന്നത് കേൾക്കുകയും ചെയ്യുകയാണെങ്കിൽ അവർ വളർന്നു വരുമ്പോൾ അവരും ആ ഒരു സ്വഭാവത്തിലേക്ക് എത്താൻ കാരണമാകും. മാത്രമല്ല, ഇന്ന് നമ്മുടെ നാട്ടിൽ നടക്കുന്ന പല അവസ്ഥകൾ, കുട്ടികൾ മനസ്സിലാക്കിയിരിക്കേണ്ട പല അവസ്ഥകളെക്കുറിച്ചും നമ്മൾ നമ്മുടെ മക്കളോട് പറയുക. എന്നിട്ട് മോനെ അതിനെക്കുറിച്ചൊന്ന് വായിച്ചേ, അന്നത്തെ പത്രം വേണമെങ്കിൽ എടുത്തു കൊടുത്തിട്ട് കുട്ടിയോട് പറയാം, ഇതിനെക്കുറിച്ചൊന്ന് വായിച്ച് എനിക്കൊന്ന് പറഞ്ഞു തന്നെ. അപ്പോൾ കുട്ടിക്ക് പറഞ്ഞു തരിക എന്ന് പറയുമ്പോൾ കുട്ടികൾക്ക് സ്വാഭാവികമായും ആ വിഷയങ്ങൾ പഠിക്കാനും പറയാനും ഒക്കെ വലിയ താല്പര്യമായതിൻ്റെ പേരിൽ കുട്ടികൾക്ക് അത്തരത്തിലുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേരുന്നതാണ്.
മൂന്നാമത് സപ്പോർട്ടിങ് അക്കാഡമിക് ഗോൾസ്. അവർക്ക് ലക്ഷ്യങ്ങളെക്കുറിച്ച് നമ്മൾ പറഞ്ഞു കൊടുക്കണം. അക്കാഡമിക് ഗോൾസ് എന്ന് പറയുമ്പോൾ ഭൗതികമായ വിദ്യാഭ്യാസമാകട്ടെ, അതുപോലെ തന്നെ ആത്മീയമായ വിദ്യാഭ്യാസത്തിൽ ഒരു വർഷം കൊണ്ട് മോൻ എത്ര ജുസ് പഠിക്കും, നമ്മുടെ കുട്ടിയുടെ ഒരു മിനിമം കപ്പാസിറ്റി മനസ്സിലാക്കിയിട്ട് ഒരു വർഷം കൊണ്ട് എത്ര ജുസ് മോൻ പഠിക്കുക. കുട്ടി തന്നെ പറയണം, വാപ്പ ഈ ഒരു വർഷം തീരുമ്പോൾ ഇൻഷാല്ല ഞാൻ ഇത്ര ജുസ് പഠിച്ചിരിക്കും. എന്നിട്ട് നമ്മൾ അതിന് വേണ്ടിയിട്ട് കുട്ടിയെ എപ്പോഴും പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കണം. നമ്മൾ കുട്ടികളോട് വരുമ്പോൾ ചോദിക്കണം, എത്ര ജുസായി, ഇന്ന് എത്ര പേര് പാഠം കൊടുത്തു. 15 പേര് കൊടുക്കുന്ന കുട്ടിയോടാണെങ്കിൽ പറയണം, അടുത്ത ആഴ്ച ഒരാഴ്ച മുഴുവൻ 16 പേര് കൊടുക്കാൻ നീ ശ്രമിക്കണം. 16 വരി കൊടുക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ അടുത്തുള്ള ആഴ്ച വീണ്ടും ഒരു വരി കൂട്ടി തരാൻ പറയുക. ഇങ്ങനെ നമ്മുടെ കുട്ടികളെ അക്കാഡമിക് ഗോൾസിൻ്റെ വിഷയത്തിൽ നമ്മൾ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുക. കിതാബ് പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ നമ്മൾ ആ കുട്ടികളോട്, മക്കളെ ഈ ഒരു വർഷത്തിൽ എത്ര ശതമാനം മാർക്ക് വാങ്ങും, ഇങ്ങനെയുള്ള വിഷയത്തിലൊക്കെ നമ്മൾ കൃത്യമായ ഇടപെടലുകൾ നടത്തുകയും ഉസ്താദുമാരുമായി നമ്മുടെ മക്കളുടെ പഠന നിലവാരത്തെക്കുറിച്ചും അവരുടെ സ്വഭാവ പെരുമാറ്റങ്ങളെക്കുറിച്ചും നാം ചോദിച്ചറിയുകയും ചെയ്യുക. അടുത്തതായി സോഷ്യൽ സപ്പോർട്ടിങ് എന്ന് പറഞ്ഞ് മോഡലിംഗ് ഹെൽത്തി റിലേഷൻഷിപ്പ്. നല്ല സൗഹൃദങ്ങൾ പുലർത്താൻ നമ്മുടെ മക്കളെ പ്രാപ്തരാക്കുക. അതിൻ്റെ ഗുണങ്ങളെക്കുറിച്ചും ദൂഷ്യങ്ങളെക്കുറിച്ചുമൊക്കെ നമ്മുടെ മക്കളോട് ബോധവാന്മാരാക്കി കഴിഞ്ഞാൽ കുട്ടികൾ അത്തരത്തിലുള്ള ഒരവസ്ഥയിലേക്കും പോവുകയില്ല എന്നുള്ളതാണ്. രണ്ടാമത് ടീച്ചിങ് എംപതി ആൻഡ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്. നമ്മുടെ മക്കളെ നമ്മൾ എംപതി ഉള്ളവരാക്കണം, സഹാനുഭൂതി ഉള്ളവരാക്കണം. മറ്റുള്ളവരുടെ വിഷമങ്ങൾ കണ്ടാൽ അത് മനസ്സിലാക്കാനും ആ ബുദ്ധിമുട്ട് സ്വയം മനസ്സിലാക്കി അവരെ സഹായിക്കാനുള്ള ഒരു എംപതി അവരുടെ മനസ്സിൽ ഉണ്ടാക്കി കൊടുക്കണം. മൂന്നാമത്തേതായി അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ സ്കിൽ. മറ്റുള്ളവരുമായി എങ്ങനെ സംസാരിക്കണം, മറ്റുള്ളവരോട് എപ്പോൾ ഒരു സദസ്സിൽ എന്ത് പറയണം, എങ്ങനെ പറയണം, ഇതൊക്കെ നമ്മുടെ മക്കൾക്ക് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം. അതുപോലെ തന്നെ പ്രൊവൈഡിങ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ സോഷ്യൽ ഇൻ്ററാക്ഷൻ. പൊതുവിൽ സംസാരിക്കാനുള്ള അവസരങ്ങൾ നമ്മൾ ഒരുക്കി കൊടുക്കും. നമ്മുടെ വീട്ടിൽ ഒരു അതിഥി വരുമ്പോൾ നമ്മുടെ മക്കളോട് പറയണം, മോൻ ചെന്ന് അവരോട് എന്തൊക്കെയുണ്ട് വിശേഷം, എപ്പോഴാണ് വന്ന് ഇരിക്കി എന്നൊക്കെ നമ്മുടെ മക്കളോട് പറയണം. അങ്ങനെ പറഞ്ഞ് ശീലിക്കുമ്പോൾ ഒരു അതിഥിയായ ഒരു മനുഷ്യനെ കാണുമ്പോൾ കുട്ടികൾ തന്നെ അവരുടേതായ രൂപത്തിൽ വരാനും ഇരിക്കാനും അതുപോലെ തന്നെ ആതിഥേയത്വ മര്യാദകളൊക്കെ കുട്ടികൾ കാണിക്കും. അത്തരത്തിലുള്ള അവസരങ്ങൾ നമ്മൾ ഒരുക്കി കൊടുക്കണം. നാലാമത്തെ ഫിസിക്കൽ സപ്പോർട്ട്, പ്രൊമോട്ടിങ് എ ഹെൽത്തി ലൈഫ് സ്റ്റൈൽ. നല്ല ആരോഗ്യപരമായ രൂപത്തിൽ കുട്ടികൾക്ക് നല്ല ഭക്ഷണങ്ങൾ കൊടുക്കുകയും അവരുടെ ഫിസിക്കൽ ആക്ടിവിറ്റികളൊക്കെ ചെയ്യിപ്പിക്കുകയും നല്ലതുപോലെ കളിപ്പിക്കുകയും മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിക്കുക. അതുപോലെ തന്നെ എൻഷുറിങ് സേഫ്റ്റി. കുട്ടികൾക്ക് സുരക്ഷ ഉറപ്പാക്കണം. അതായത് വീട്ടിലാണെങ്കിലും പുറത്താണെങ്കിലും അപകടങ്ങളൊന്നും പറ്റാതെ, അല്ലെങ്കിൽ ഒരു അപകടം പറ്റുമ്പോൾ എന്താണ് ആദ്യമായി ചെയ്യേണ്ടത്, ഇങ്ങനെയുള്ള വിഷയങ്ങളിലൊക്കെ രക്ഷിതാക്കൾ കുട്ടികളെ ബോധവാന്മാരാക്കുക. അതുപോലെ തന്നെ പ്രൊവൈഡിങ് ഹെൽത്ത് കെയർ. കുട്ടികളുടെ ആരോഗ്യം സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് കുട്ടികൾക്ക് എന്തെങ്കിലും അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറുന്നതിന്, ആ അസുഖങ്ങളൊക്കെ നല്ല രൂപത്തിൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യുക. അതുപോലെയുള്ള കുട്ടികളുടെ ആരോഗ്യം സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം, ഇതുപോലെയുള്ള വ്യത്യസ്തമായ പല വിഷയങ്ങളാണ് കുട്ടികൾക്ക് രക്ഷിതാവ് എന്ന നിലയിൽ നമ്മൾ സപ്പോർട്ട് ചെയ്ത് കൊടുക്കാനുള്ളത്. അതുകൊണ്ട് ഈ പറയപ്പെട്ട മുഴുവൻ കാര്യങ്ങൾ, നമ്മുടെ മക്കൾ ഒരു പിതാവ് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഒരു മാതാവ് എന്ന് പറയുമ്പോൾ നമ്മുടെ മക്കളെ കേവലമായി എങ്ങനെയെങ്കിലും ഒരു രൂപത്തിൽ വളർത്തി കുട്ടികൾ വലുതായിക്കോണമല്ലോ. പണ്ടത്തെ കാലഘട്ടത്തിലൊന്നും ഇത്തരത്തിലുള്ള പാരൻറ്റിങ്ങിൻ്റെ വിഷയത്തിലൊന്നും ആരും ശ്രദ്ധിച്ചിട്ടൊന്നുമില്ലല്ലോ. നമ്മുടെ ചെറുപ്പത്തിൽ നമ്മളാരും ശ്രദ്ധിച്ചിട്ടില്ലല്ലോ. അപ്പോൾ ഇങ്ങനെയുള്ളൊരു പഠനത്തിൻ്റെ അല്ലെങ്കിൽ ഇങ്ങനെയുള്ളൊരു അറിവിൻ്റെ ഒക്കെ ആവശ്യമുണ്ടോ? കുട്ടികളുടെ ഓരോ പ്രായത്തിനനുസരിച്ച് അവർ പലതും മനസ്സിലാക്കുകയും പഠിക്കുകയും നമ്മൾ പഠിപ്പിക്കുകയും ഒക്കെ ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്ന് പലപ്പോഴും രക്ഷിതാക്കൾക്ക് തോന്നലുണ്ടാകാറുണ്ട്. പ്രിയമുള്ളവരെ, നാം മനസ്സിലാക്കണം, ലോകത്തെ ഏത് വലിയ ആളുകൾ എടുത്താലും നമുക്കറിയാം, അഡോൾഫ് ഹിറ്റ്ലറിനെ കുറിച്ച് നമുക്കറിയാം. 6 ലക്ഷത്തോളം വരുന്ന യഹൂദരെയാണ് അഡോൾഫ് ഹിറ്റ്ലർ കൊലപ്പെടുത്തിയത്. 6 ലക്ഷത്തോളം യഹൂദരെ. ഇന്ത്യയിൽ ഇന്ന് ഫാസിസം ഉള്ളതുപോലെ അന്ന് ജർമ്മനിയിൽ നാസിസം ഉണ്ടായിരുന്നു. ജൂതരോട് വെറുപ്പ്. ഈ വെറുപ്പിൻ്റെ കാരണത്തിൽ 6 ലക്ഷത്തോളം വരുന്ന ജൂതരെയാണ് അഡോൾഫ് ഹിറ്റ്ലർ കൊലപ്പെടുത്തിയത്. അന്ന് അദ്ദേഹത്തിൻ്റെ കാലം കഴിയുമ്പോൾ ഏകദേശം അന്ന് ജീവിച്ചിരുന്ന വില്യം റേച്ച് എന്ന് പറയുന്ന ആ കാലഘട്ടത്തിൽ ഒരു പണ്ഡിതൻ എന്തുകൊണ്ടാണ് ഹിറ്റ്ലറിന് ഇത്രത്തോളം മോശമായൊരു വൈകൃതമായ സ്വഭാവത്തിന് കാരണമെന്ന് അന്വേഷിച്ചപ്പോൾ അദ്ദേഹം കണ്ടെത്തിയത് ചെറുപ്പകാലഘട്ടത്തിൽ സ്വന്തം ഉമ്മയ്ക്കും തനിക്കും ജൂതനായ പിതാവിൻ്റെ ഭാഗത്തു നിന്നുമുണ്ടായ പീഡനങ്ങളുടെ പരിണിത ഫലമാണ് ആ കുട്ടി പിൽക്കാലഘട്ടത്തിൽ അവൻ്റെ വാപ്പസ് പ്രതിനിധീകരിക്കുന്ന മുഴുവൻ സമുദായത്തോടും വെറുപ്പുണ്ടാകാൻ കാരണമായി മാറിയത്. അതുകൊണ്ട് ഒരു പാരൻറ്റിങ്, അത് പോസിറ്റീവായ പാരൻറ്റിങ് ആണെങ്കിൽ അത് കുട്ടിയിൽ ഭൗതികവും ആത്മീയവുമായ വലിയ മാറ്റങ്ങൾക്ക് കാരണമാകും.
ഇനി അതല്ല, നെഗറ്റീവ് പാരൻറ്റിംഗ് ആണ് കുട്ടികൾക്ക് ലഭിക്കുന്നതെങ്കിൽ അവരുടെ പെരുമാറ്റത്തിലും സ്വഭാവത്തിലും വലിയ തരത്തിലുള്ള പോരായ്മകളും പ്രശ്നങ്ങളും നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് രക്ഷിതാവ് എന്ന നിലയിൽ എങ്ങനെയെങ്കിലുമൊക്കെ നമ്മുടെ മക്കൾ വളരട്ടെ എന്നുള്ള ചിന്താഗതി മാറ്റി നമ്മുടെ മക്കളുടെ ഓരോ പെരുമാറ്റങ്ങളിലും കൃത്യമായി നിരീക്ഷണം കൊണ്ടുവരികയും, നേരത്തെ ഉസ്താദുമാർ പറഞ്ഞതുപോലെ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ മദ്രസ സന്ദർശിക്കുകയും ഉസ്താദുമാരുമായി കുട്ടികളുടെ പഠനത്തിൻ്റെ വിഷയങ്ങളും അവരുടെ തർബീയത്തിൻ്റെ വിഷയത്തിലും കൃത്യമായ നിരീക്ഷണം എല്ലാ രക്ഷിതാക്കളും പുലർത്തുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും മനസ്സിലാക്കാനും അമൽ ചെയ്യാനും തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ. വആഖിറു ദുആഇന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ജസാക്കമുല്ലാഹു ഖൈർ. ബാറക്കല്ലാഹു ഫീക്കും. വസ്തുനിഷ്ഠവും